ബാറൂഖ് അധ്യായം 6. ബാബിലോൺ രാജാവ് അടിമകളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോകാനിരുന്നവർക്ക് ജെറമിയ അയച്ച എഴുത്തിൻ്റെ പകർപ്പ്. ദൈവം തന്നോട് കൽപ്പിച്ച സന്ദേശം അവരെ അറിയിക്കാനായിരുന്നു ഇത്. ദൈവസന്നിധിയിൽ നിങ്ങൾ ചെയ്ത പാപം നിമിത്തം ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ നിങ്ങളെ ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോകും. അതുകൊണ്ട് നിങ്ങൾക്ക് ബാബിലോണിലെത്തി ദീർഘകാലം 7 തലമുറ വരെ അവിടെ താമസിക്കേണ്ടി വരും. അതിനുശേഷം ഞാൻ നിങ്ങളെ അവിടെ നിന്ന് സമാധാനത്തിൽ തിരിച്ചു കൊണ്ടുവരും. നിങ്ങൾ ബാബിലോണിൽ വെള്ളി, സ്വർണം, മരം എന്നിവ കൊണ്ട് നിർമ്മിച്ച ദേവന്മാരെ കാണും. മനുഷ്യൻ അവയെ തോളിൽ ചുമക്കുന്നു. ജനതകൾ അവയെ ഭയപ്പെടുന്നു. ജനതകളെപ്പോലെ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഈ ദേവന്മാരുടെ മുൻപിലും പിൻപിലും നിന്ന് ജനക്കൂട്ടം ആരാധിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അവയോട് ഭയം തോന്നരുത്. എന്നാൽ നിങ്ങൾ ഹൃദയത്തിൽ പറയണം, കർത്താവേ, അങ്ങയെയാണ് ഞങ്ങൾ ആരാധിക്കേണ്ടത്. എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു. ശില്പികൾ മിനുക്കിയെടുത്തതാണ് അവയുടെ നാവുകൾ. സ്വർണവും വെള്ളിയും പൊതിഞ്ഞതാണ് ഈ വിഗ്രഹങ്ങൾ. സംസാരിക്കാൻ കഴിവില്ലാത്ത വ്യാജദേവന്മാരാണ് അവ. ആഡംബരഭ്രമമുള്ള യുവതികളെ എന്ന പോലെ അവയെ അവർ സുവർണകിരീടം അണിയിക്കുന്നു. പുരോഹിതന്മാർ ചിലപ്പോഴൊക്കെ ഈ ദേവന്മാരിൽ നിന്ന് സ്വർണവും വെള്ളിയും രഹസ്യമായി എടുത്ത് സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അതിൽ നിന്ന് ഉള്ളറയിലെ വേശ്യകൾക്ക് പോലും കൊടുക്കുന്നു. സ്വർണവും വെള്ളിയും മരവും കൊണ്ട് നിർമ്മിച്ച ഈ ദേവന്മാരെ അവർ മനുഷ്യരെ എന്ന പോലെ വസ്ത്രങ്ങൾ അണിയിക്കുന്നു. തുരുമ്പ് പിടിക്കാതെയോ ചെതുക്കിച്ചു പോകാതെയോ തന്നെത്താൻ രക്ഷിക്കാൻ അവയ്ക്കൊന്നിനും സാധ്യമല്ല. രക്താംബരം അണിയിക്കുമ്പോൾ അവയുടെ മുഖത്ത് കട്ട പിടിച്ചിരിക്കുന്ന ക്ഷേത്രത്തിലെ പൊടി തുടച്ചു മാറ്റേണ്ടി വരുന്നു. ദേശാധിപതികളെപ്പോലെ അവ ചെങ്കോൽ പിടിക്കുന്നു. എന്നാൽ തങ്ങളെ ധിക്കരിക്കുന്നവനെ നശിപ്പിക്കാൻ അവയ്ക്ക് കഴിവില്ല. അതിൻ്റെ വലത്ത് കൈയിൽ കടാരിയുണ്ട്, കോടാലിയുമുണ്ട്. എന്നാൽ യുദ്ധങ്ങളിൽ നിന്നോ കവർച്ചയിൽ നിന്നോ തന്നെ രക്ഷിക്കാൻ അതിന് കഴിവില്ല. അതുകൊണ്ട് അവ ദേവന്മാരല്ലെന്ന് വ്യക്തമാണ്. അവയെ ഭയപ്പെടേണ്ട. ഉപയോഗശൂന്യമായ പൊട്ടപാത്രങ്ങൾ പോലെയാണ് വിജാതീയരുടെ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവന്മാർ. അവിടെ പ്രവേശിക്കുന്നവർ പറത്തുന്ന പൊടി കൊണ്ട് അവയുടെ കണ്ണുകൾ മൂടിയിരിക്കുന്നു. രാജ്യദ്രോഹത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്നവനെ എല്ലാ വശത്തു നിന്നും വാതിലടച്ച് സൂക്ഷിക്കുന്നത് പോലെ വിഗ്രഹങ്ങൾ കള്ളന്മാർ അപഹരിക്കാതിരിക്കാൻ പുരോഹിതന്മാർ വാതിലുകളും താഴുകളും ഓടാമ്പലുകളും കൊണ്ട് ക്ഷേത്രം സുരക്ഷിതമാക്കുന്നു. തങ്ങൾക്ക് ആവശ്യമുള്ളതിലും കൂടുതൽ വിളക്കുകൾ അവർ ദേവന്മാർക്ക് വേണ്ടി കത്തിക്കുന്നു. എന്നാൽ അവയിലൊന്നുപോലും കാണാൻ ദേവന്മാർക്ക് കഴിവില്ല. അവ ക്ഷേത്രത്തിൻ്റെ തുലാത്തിന് തുല്യമാണ്. ഭൂമിയിലെ കീടങ്ങൾ അവയെയും അവയുടെ വസ്ത്രങ്ങളെയും തിന്നു നശിപ്പിക്കുമ്പോൾ അവയുടെ ഹൃദയം ഉരുകിയതാണത് എന്ന് മനുഷ്യർ പറയുന്നു. ക്ഷേത്രത്തിലെ പുക കൊണ്ട് തങ്ങളുടെ മുഖം ഇരുണ്ടുപോയത് അവ അറിയുന്നില്ല. വവ്വാലുകളും മീവൽ പക്ഷികളും പറവകളും വന്ന് അവയുടെ ശരീരത്തിലും ശിരസിലും ഇരിക്കുന്നു. അതുപോലെ തന്നെ പൂച്ചകളും. ഇതിൽ നിന്ന് അവ ദേവന്മാരല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അവയെ ഭയപ്പെടേണ്ട. അലങ്കാരത്തിനായി അവ ധരിക്കുന്ന സ്വർണത്തിൽ പറ്റിയ അഴുക്ക് തുടച്ചില്ലെങ്കിൽ അവ തിളങ്ങുകയില്ല. വാർത്തെടുക്കുമ്പോൾ പോലും അവയ്ക്കൊരു വികാരവുമില്ലായിരുന്നു. അവയെ എന്തു വിലയ്ക്കും വാങ്ങാം, പക്ഷേ അവയ്ക്ക് ജീവനില്ല. കാലുകളില്ലാത്തതിനാൽ അവ മനുഷ്യൻ്റെ തോളുകളിൽ വഹിക്കപ്പെടുന്നു. അങ്ങനെ മനുഷ്യവർഗത്തിന് അവയുടെ നിസ്സാരത വ്യക്തമാകുന്നു. അവയെ ആരാധിക്കുന്നവർ ലജ്ജിതരാകുന്നു. എന്തെന്നാൽ അവരാണ് അവയെ ഉറപ്പിച്ചു നിർത്തുന്നത്. അല്ലെങ്കിൽ അവ വീണുപോകും. നിലത്ത് നാട്ടു നിർത്തിയാൽ അവയ്ക്ക് തന്നെത്താൻ ചലിക്കാൻ കഴിവില്ല. മറിച്ചിട്ടാൽ അവയ്ക്ക് നേരെ നിൽക്കാനാവില്ല.
മരിച്ചവരുടെ മുമ്പിൽ എന്ന പോലെയാണ് അവയുടെ മുമ്പിൽ കാഴ്ചകൾ അർപ്പിക്കുന്നത്. ഈ ദേവന്മാർക്ക് കാഴ്ചവെക്കുന്ന ബലിവസ്തുക്കൾ പുരോഹിതന്മാർ വിറ്റ് ആ പണം ഉപയോഗിക്കുന്നു. അതുപോലെ അവരുടെ ഭാര്യമാരും കുറേ എടുത്ത് ഉപ്പിട്ട് സൂക്ഷിക്കുന്നു. ദരിദ്രർക്കോ നിസ്സഹായർക്കോ ഒന്നും കൊടുക്കുന്നില്ല. ആർത്തവകാലത്തും പ്രസവാനന്തരവും സ്ത്രീകൾ ആ ബലിവസ്തുക്കളെ സ്പർശിക്കുന്നു. ഇക്കാരണങ്ങളാൽ അവ ദേവന്മാരല്ലെന്ന് നിങ്ങൾ അറിയുന്നു. അവയെ ഭയപ്പെടേണ്ട. അവയെ എന്തിന് ദേവന്മാരെന്ന് വിളിക്കണം? സ്വർണവും വെള്ളിയും മരവും കൊണ്ടുള്ള അവയ്ക്ക് സ്ത്രീകൾ ഭക്ഷണം വിളമ്പുന്നു. അവയുടെ ക്ഷേത്രങ്ങളിൽ പുരോഹിതന്മാർ കീറിയ വസ്ത്രങ്ങൾ ധരിച്ചും താടിയും തലയും ക്ഷൗരം ചെയ്തും ശിരസ് മറയ്ക്കാതെയും ഇരിക്കുന്നു. മരിച്ചവന് വേണ്ടിയുള്ള അടിയന്തരത്തിൽ ചിലർ ചെയ്യാറുള്ളതുപോലെ അവയുടെ മുമ്പിൽ അവർ അലറുകയും മുറവിളി കൂട്ടുകയും ചെയ്യുന്നു. ഭാര്യമാരെയും മക്കളെയും അണിയിക്കാനായി പുരോഹിതന്മാർ തങ്ങളുടെ ദേവന്മാരുടെ വസ്ത്രങ്ങളിൽ ചിലതെടുക്കുന്നു. അവയോട് നന്മ ചെയ്താലും തിന്മ ചെയ്താലും പ്രതിഫലം നൽകാൻ അവയ്ക്ക് കഴിവില്ല. രാജാവിനെ നിയമിക്കാനോ സ്ഥാനഭ്രഷ്ടനാക്കാനോ അവയ്ക്ക് സാധിക്കുകയില്ല. അതുപോലെ തന്നെ സമ്പത്തോ പണമോ നൽകാൻ അവയ്ക്ക് കഴിവില്ല. ആരെങ്കിലും അവയോട് ശപഥം ചെയ്തിട്ട് അനുഷ്ഠിക്കാതിരുന്നാൽ അത് ഈടാക്കാൻ അവയ്ക്ക് സാധിക്കുകയില്ല. മരണത്തിൽ നിന്ന് മോചിപ്പിക്കാനോ ബലവാനിൽ നിന്ന് ദുർബലനെ രക്ഷിക്കാനോ അവയ്ക്ക് കഴിയുകയില്ല. അന്ധന് കാഴ്ച നൽകാനോ ആകുലതയിൽ നിന്ന് ഒരുവനെ വിമുക്തനാക്കാനോ അവയ്ക്ക് സാധിക്കുകയില്ല. വിധവയോട് കാരുണ്യം കാണിക്കാനോ അനാഥന് നന്മ ചെയ്യാനോ അവയ്ക്ക് കഴിവില്ല. തടി കൊണ്ട് നിർമ്മിക്കുകയും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിയുകയും ചെയ്തിരിക്കുന്ന ഈ ദേവന്മാർ പർവ്വതങ്ങളിലെ കല്ലുകൾക്ക് സമാനമാണ്. അവയെ ആരാധിക്കുന്നവർ ലജ്ജിതരാകും. എന്നിട്ടും അവ ദേവന്മാരാണെന്ന് കരുതുകയും അപ്രകാരം അവയെ വിളിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? ഇതിനു പുറമെ കൽദായർ പോലും അവയെ അവഹേളിക്കുന്നു. അവർ ഊമനെ കണ്ടാൽ ബാലിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവന് സംസാരശക്തി നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ബാലിന് ഗ്രഹണശക്തി ഉണ്ടെന്നാണ് അവരുടെ വിചാരം. എന്നാൽ അവർക്കിത് മനസ്സിലാക്കി അവയെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. കാരണം അവർക്ക് ബുദ്ധിയില്ല. സ്ത്രീകൾ അരയിൽ ചരട് ചുറ്റി വഴിയരികിലിരുന്ന് കുന്തുരുക്കത്തിനു പകരം തവിട് പുകയ്ക്കുന്നു. യാത്രക്കാരിൽ ആരെങ്കിലും അവളെ ആകർഷിക്കുകയും അവൾ അവനോടുകൂടെ ശയിക്കുകയും ചെയ്താൽ അവൾ തൻ്റെ അയൽക്കാരി അധിക്ഷേപിക്കുന്നു. എന്തെന്നാൽ അവൾ തന്നെപ്പോലെ ആകർഷകത്വമുള്ളവളല്ല. അവളുടെ ചരട് പൊട്ടിച്ചതുമില്ല. അവയ്ക്ക് വേണ്ടി എന്തു ചെയ്താലും അത് വ്യർത്ഥമാണ്. എന്നിട്ടും അവ ദേവന്മാരാണെന്ന് ചിലർ കരുതുകയും അപ്രകാരം അവയെ വിളിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? മരപ്പണിക്കാരും സ്വർണ്ണപ്പണിക്കാരുമാണ് അവ ഉണ്ടാക്കിയത്. ശില്പികൾ ആഗ്രഹിക്കുന്നതല്ലാതെ മറ്റൊന്നും ആകാൻ അവയ്ക്ക് സാധിക്കുകയില്ല. അവയെ ഉണ്ടാക്കുന്നവർ പോലും ദീർഘകാലം ജീവിക്കുകയില്ല. അങ്ങനെയെങ്കിൽ അവർ നിർമ്മിച്ച വസ്തുക്കൾക്ക് എങ്ങനെ ദേവന്മാരായിരിക്കാൻ സാധിക്കും? വരും തലമുറയ്ക്ക് നുണകളും നിന്ദയും മാത്രമാണ് അവർ അവശേഷിപ്പിച്ചിരിക്കുന്നത്. യുദ്ധവും നാശവും വരുമ്പോൾ തങ്ങൾക്കും തങ്ങളുടെ ദേവന്മാർക്കും എവിടെ ഒളിക്കാൻ കഴിയുമെന്ന് പുരോഹിതന്മാർ കൂടി ആലോചിക്കുന്നു. യുദ്ധത്തിൽ നിന്നോ നാശത്തിൽ നിന്നോ തങ്ങളെ തന്നെ രക്ഷിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അവ ദേവന്മാരല്ലെന്ന് എങ്ങനെ വിശ്വസിക്കാതിരിക്കും? അവ തടി കൊണ്ട് നിർമ്മിച്ചവയും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിഞ്ഞവയുമായതുകൊണ്ട് കപട വസ്തുക്കളാണെന്ന് ഭാവിയിൽ അറിയപ്പെടും. അവ ദേവന്മാരല്ലെന്നും മനുഷ്യകരങ്ങളാൽ നിർമ്മിതമായ വസ്തുക്കളാണെന്നും അവയിൽ ദൈവത്തിൻ്റെ പ്രവർത്തനമൊന്നും ഇല്ലെന്നും എല്ലാ ദേശങ്ങൾക്കും രാജാക്കന്മാർക്കും വെളിപ്പെടും. അപ്പോൾ അവ ദേവന്മാരല്ലെന്ന് ആർക്കും മനസ്സിലാകാതിരിക്കും. ദേശത്ത് രാജാവിനെ നിയമിക്കാനോ മനുഷ്യർക്ക് മഴ നൽകാനോ അവയ്ക്ക് സാധിക്കുകയില്ല. അവയ്ക്ക് സ്വന്തം കാര്യം സ്ഥാപിക്കാനോ നിരപരാധനെ മോചിപ്പിക്കാനോ സാധ്യമല്ല. എന്തെന്നാൽ അവ അശക്തമാണ്.
അവ ആകാശത്തിനും ഭൂമിക്കും മധ്യേയുള്ള കാക്കകളെ പോലെയാണ്. മരം കൊണ്ട് നിർമ്മിതവും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിഞ്ഞതുമായ ദേവന്മാരുടെ ക്ഷേത്രത്തിന് തീ പിടിക്കുമ്പോൾ അവയുടെ പുരോഹിതന്മാർ ഓടി രക്ഷപ്പെടും. അപ്പോൾ ദേവന്മാർ തുലാം കത്തുന്നത് പോലെ കത്തിപ്പിളരും. മാത്രമല്ല, അവയ്ക്ക് രാജാവിനെയോ ശത്രുക്കളെയോ എതിർത്ത് നിൽക്കാൻ സാധിക്കുകയില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവയെ ദേവന്മാരായി കരുതുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത്? തടി കൊണ്ട് നിർമ്മിച്ചതും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിഞ്ഞതുമായ ദേവന്മാർക്ക് കള്ളന്മാരിൽ നിന്നോ കവർച്ചക്കാരിൽ നിന്നോ തങ്ങളെ തന്നെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. ശക്തന്മാർ അവയുടെ സ്വർണവും വെള്ളിയും അവ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളും കൊള്ളവസ്തുക്കളാക്കി എടുത്തു കൊണ്ടുപോകുമ്പോൾ അവയ്ക്ക് തങ്ങളെ തന്നെ രക്ഷിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഈ വ്യാജദേവന്മാരായിരിക്കുന്നതിൽ ഭേദം ധൈര്യം കാണിക്കുന്ന ഒരു രാജാവോ യജമാനൻ്റെ ആവശ്യങ്ങൾ സാധിക്കുന്ന വീട്ടുപകരണമോ ആയിരിക്കുകയാണ്. വീട്ടിലുള്ളത് സംരക്ഷിക്കുന്ന ഒരു വാതിലോ കൊട്ടാരത്തിലെ മരത്തൂണോ ആയിരിക്കുന്നതാണ് ഈ വ്യാജദേവന്മാരായിരിക്കുന്നതിനേക്കാൾ ഭേദം. പ്രകാശിക്കുകയും ശുശ്രൂഷയ്ക്കായി ഐക്യപ്പെടുകയും ചെയ്യുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അനുസരണമുള്ളവയാണ്. അതുപോലെ തന്നെയാണ് മിന്നൽ പിണരും. അത് മിന്നുമ്പോൾ എല്ലായിടത്തും കാണപ്പെടുന്നു. അങ്ങനെ തന്നെ കാറ്റും എല്ലാ ദേശങ്ങളിലും വീശുന്നു. ദൈവം മേഘങ്ങളോട് ലോകം മുഴുവൻ പോകാൻ കൽപ്പിക്കുമ്പോൾ അവ അവിടുത്തെ ആജ്ഞകളനുസരിക്കുന്നു. പർവ്വതങ്ങളും വൃക്ഷങ്ങളും ദഹിപ്പിക്കുന്നതിനായി ആകാശത്തിൽ നിന്ന് അഗ്നി അയക്കുമ്പോൾ അത് ആജ്ഞ അനുസരിക്കുന്നു. എന്നാൽ ഈ വിഗ്രഹങ്ങളെ രൂപത്തിലോ ശക്തിയിലോ അവയോട് തുലനം ചെയ്യാനാവുകയില്ല. അതിനാൽ ആരും അവയെ ദേവന്മാരാണെന്ന് കരുതുകയോ അപ്രകാരം വിളിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ അവയ്ക്ക് വിധി പ്രസ്താവിക്കാനോ മനുഷ്യർക്ക് നന്മ ചെയ്യാനോ കഴിവില്ല. അതുകൊണ്ട് അവ ദേവന്മാരല്ലെന്ന് അറിയുവിൻ. അവയെ ഭയപ്പെടേണ്ട. അവയ്ക്ക് രാജാക്കന്മാരെ ശപിക്കാനോ അനുഗ്രഹിക്കാനോ ശക്തിയില്ല. ആകാശത്തിലും ജനതകളുടെ ഇടയിലും അടയാളങ്ങൾ കാണിക്കാനോ സൂര്യനെപ്പോലെ ശോഭിക്കാനോ ചന്ദ്രനെപ്പോലെ പ്രകാശം നൽകാനോ അവയ്ക്ക് കഴിവില്ല. ആകാശത്തിലും ജനതകളുടെ ഇടയിലും അടയാളങ്ങൾ കാണിക്കാനോ സൂര്യനെപ്പോലെ ശോഭിക്കാനോ ചന്ദ്രനെപ്പോലെ പ്രകാശം നൽകാനോ അവയ്ക്ക് കഴിവില്ല. അവയേക്കാൾ എത്ര ഭേദമാണ് വന്യമൃഗങ്ങൾ! എന്തെന്നാൽ അവയ്ക്ക് ഓടി ഒളിക്കാനും രക്ഷപ്പെടാനും അറിയാം. അതുകൊണ്ട് അവ ദേവന്മാരാണെന്നതിന് ഒരു തെളിവുമില്ല. അവയെ ഭയപ്പെടേണ്ട. വെള്ളരിത്തോട്ടത്തിൽ സ്ഥാപിക്കുന്ന നോക്കുകുത്തി ഒന്നും സംരക്ഷിക്കാത്തതുപോലെ തന്നെയാണ് മരം കൊണ്ട് നിർമ്മിച്ചതും സ്വർണവും വെള്ളിയും പൊതിഞ്ഞതുമായ അവരുടെ ദേവന്മാർ. അതുപോലെ തന്നെ തടി കൊണ്ട് നിർമ്മിച്ചതും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിഞ്ഞതുമായ അവരുടെ ദേവന്മാർ ഏത് പക്ഷിയും വന്നിരിക്കുന്ന ഉദ്യാനത്തിലെ മുൾച്ചെടി പോലെയും അന്ധകാരത്തിൽ അറിയപ്പെട്ട മൃതശരീരം പോലെയുമാണ്. അവ ധരിച്ചിരിക്കുന്ന ദ്രവിച്ച ധൂമ്രവസ്ത്രവും ചണവസ്ത്രവും കൊണ്ട് തന്നെ അവ ദേവന്മാരല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അവസാനം അവയെല്ലാം നിശേഷം നശിക്കുകയും ദേശത്തിന് അപമാനമായി തീരുകയും ചെയ്യും. അതിനാൽ വിഗ്രഹങ്ങളില്ലാത്ത നീതിമാനാണ് ഉത്തമൻ. അവൻ ആക്ഷേപങ്ങൾക്ക് അതീതനായിരിക്കും. Chapter 6. A copy of the letter which Jeremiah sent to those who were being led captive to Babylon by the king of the Babylonians, to convey to them what God had commanded him. For the sins you committed before God, you are being led captive to Babylon by Nebuchadnezzar, king of the Babylonians. When you reach Babylon, you will be there many years, a period 7 generations long, after which I will bring you back from there in peace. And now in Babylon you will see, borne upon men's shoulders, gods of silver and gold and wood, which cast fear upon the pagans. Take care that you yourselves do not imitate their alien example, and stand in fear of them when you see the crowd before them and behind worshipping them. Rather say in your hearts, You, O Lord, are to be worshipped. For my angel is with you, and he is the custodian of your lives.
Their tongues are smoothed by woodworkers. They are covered with gold and silver, but they are of fraud and cannot speak. People bring gold as to a maiden in love with ornament, and furnish crowns for the heads of their gods. Then sometimes the priests take the silver and gold from their gods and spend it on themselves, or give part of it to the harlots on the terrace. They trick them out in garments like men, these gods of silver and gold and wood. But though they are wrapped in purpled clothing, they are not safe from corrosion or insects. They wipe their faces clean of the house dust which is thick upon them. Each has a scepter, like the human ruler of a district, but none does away with those that offend against it. Each has in its right hand an axe or dagger, but it cannot save itself from war or pillage. Thus it is known they are not gods. Do not fear them. As useless as one's broken tools are their gods set up in their houses. Their eyes are full of dust from the feet of those who enter. Their courtyards are walled in like those of a man brought to execution for a crime against the king. The priests reinforce their houses with gates and bars and bolts, lest they be carried off by robbers. They light more lamps for them than for themselves, yet not one of these can they see. They are like any beam in the house. It is said their hearts are eaten away. Though the insects out of the ground consume them and their garments, they do not feel it. Their faces are blackened by the smoke of the house. Bats and swallows alight on their bodies and on their heads, and cats as well as birds. Know, therefore, that they are not gods, and do not fear them. Despite the gold that covers them for adornment, unless someone wipes away the corrosion, they do not shine, nor did they feel anything when they were molded. They are bought at any price, and there is no spirit in them. Having no feet, they are carried on men's shoulders, displaying their shame to all, and those who worship them are put to confusion, because if they fall to the ground, the worshippers must raise them up. They neither move of themselves if one sets them upright, nor come upright if they fall. But one puts gifts beside them, as beside the dead. Their priests resell their sacrifices for their own advantage. Even their wives cure parts of the meat, but do not share it with the poor and the weak. The menstruous and women in childbed handle their sacrifices, knowing from this that they are not gods. Do not fear them. How can they be called gods? For women bring the offerings to these gods of silver and gold and wood, and in their temples the priests squat with torn tunic and with shaven hair and beard, and with their heads uncovered. They shout and wail before their gods as others do at a funeral banquet. The priests take some of their clothing and put it on their wives and children. Whether they are treated well or ill by anyone, they cannot requite it. They can neither set up a king nor remove him. Similarly, they cannot give anyone riches or coppers. If one fails to fulfill a vow to them, they cannot exact it of him. They neither save a man from death, nor deliver the weak from the strong. To no blind man do they restore his sight, nor do they save any man in an emergency. They neither pity the widow nor benefit the orphan. These gilded and silvered wooden statues are like stones from the mountains, and their worshippers will be put to shame. How then can it be thought or claimed that they are gods? Even the Chaldeans themselves have no respect for them, for when they see a deaf mute incapable of speech, they bring forward Bel, and ask the god to make noise, as though the man could understand. And they are themselves unable to reflect and abandon these gods, for they have no sense. And their women, girt with cords, sit by the roads, burning chaff for incense. And whenever one of them is drawn aside by some passer-by who lies with her, she mocks her neighbor who has not been dignified as she has, and has not had her cord broken. All that takes place around these gods is a fraud. How then can it be thought or claimed that they are gods? They are produced by woodworkers and goldsmiths, and they are nothing else than what these craftsmen wish them to be. Even those who produce them are not long-lived.
How then can what they have produced be gods? They have left frauds and opprobrium to their successors. For when war or disaster comes upon them, the priests deliberate among themselves where they can hide with them. How then can one not know that these are no gods, which do not save themselves either from war or from disaster? They are wooden, gilded, and silvered. They will later be known for frauds. To all peoples and kings it will be clear that they are not gods, but human handiwork, and that God's work is not in them. Who does not know that they are not gods? They set no king over the land, nor do they give men reign. They neither vindicate their own rights, nor do they recover what is unjustly taken, for they are unable. They are like crows between heaven and earth. For when fire breaks out in the temple of these wooden or gilded or silvered gods, though the priests flee and are safe, they themselves are burnt up in the fire like beams. They cannot resist a king or enemy forces. How then can it be admitted or thought that they are gods? They are safe from neither thieves nor bandits, these wooden and silvered and gilded gods. Those who seize them strip off the gold and the silver and go away with the clothing that was on them, and they cannot help themselves. How much better to be a king displaying his valor, or a handy tool in a house, the joy of its owner, than these false gods, or the door of a house that keeps safe those who are within, rather than these false gods, or a wooden post in a palace, rather than these false gods. The sun and moon and stars are bright, and obedient in the service for which they are sent. Likewise the lightning when it flashes is a goodly sight, and the same wind blows over all the land. The clouds, too, when commanded by God to proceed across the whole world, fulfill the order, and fire sent from on high to burn up the mountains and the forests does what has been commanded. But these false gods are not their equal, whether in beauty or in power, so that it is unthinkable and cannot be claimed that they are gods. They can neither execute judgment nor benefit man. Know, therefore, that they are not gods, and do not fear them. Kings they neither curse nor bless. They show the nations no signs in the heavens, nor are they brilliant like the sun, nor shining like the moon. The beasts which can help themselves by fleeing to shelter are better than they are. Thus in no way is it clear to us that they are gods, so do not fear them. For like a scarecrow in a cucumber patch that is no protection, are their wooden, gilded, silvered gods. Just like a thorn bush in a garden on which perches every kind of bird, or like a corpse hurled into darkness, are their silvered and gilded wooden gods. From the rotting of the purple and the linen upon them it can be known that they are not gods. They themselves will in the end be consumed, and be a disgrace in the land. The better for the just man who has no idols. He shall be far from disgrace.